ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗ്യാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു മാഞ്ഞാലി ബിരിയാണി തയ്യാറാക്കാം. എറണാകുളം ജില്ലയിലെ മാഞ്ഞാലി എന്ന സ്ഥലത്തു നിന്നും പ്രസിദ്ധമായൊരു അടിപൊളി ബിരിയാണിയാണ് മാഞ്ഞാലി ബിരിയാണി. ഈ മാഞ്ഞാലി ബിരിയാണിയിൽ ചിക്കൻ കറിയും റൈസും വെവ്വേറെയാണ് വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് തയ്യാറാക്കാനായി തുടങ്ങാം. ചിക്കൻ കറി തയ്യാറാക്കുന്നതിനായി 1/2 കിലോ അളവിലുള്ള ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിലുള്ള പീസുകളാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായി ഒന്ന് മാരിനേറ്റ് ചെയ്ത് അരമണിക്കൂർ നേരത്തേക്കൊന്ന് മാറ്റിവെക്കാം. മസാലയെല്ലാം ചിക്കനിൽ നന്നായിട്ടൊന്ന് പിടിച്ചതിന് ശേഷം ഒരു കടായി അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ഒന്ന് വെന്ത് വന്നാൽ പിന്നീട് ഇതിൽ നിന്നും ഗ്രേവിയെല്ലാം മറ്റൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയെടുക്കണം. ഇനി ചിക്കനിലേക്ക് 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ ഒന്ന് ഫ്രൈ ആയി കഴിഞ്ഞാൽ പിന്നീട് ചിക്കനെല്ലാം എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. ഇനി ബാക്കി വന്ന എണ്ണയിലേക്ക് 2 സവാള ചെറുതായി കൊത്തിയരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള നന്നായിട്ടൊന്ന് വഴണ്ടു വന്നാൽ പിന്നെ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞെടുത്ത ഒരു പച്ചമുളകും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം. പിന്നീട് ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി എല്ലാം നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോഴേക്കും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ നേരത്തെ എടുത്തു മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ വേവിച്ച ഗ്രേവി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഗ്രേവിയെല്ലാം നന്നായിട്ടൊന്ന് തിളച്ച് വന്നാൽ പിന്നെ അതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി തൂകിക്കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി റൈസ് തയ്യാറാക്കാനായി തുടങ്ങാം. 3 കപ്പ് ജീരകശാല അരിയാണ് അതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഇനി അരി നന്നായിട്ടൊന്ന് കഴുകി കുതിർത്തെടുത്ത് വെക്കണം. ഇനി നമുക്ക് റൈസ് വേവിച്ചെടുക്കുന്ന പാത്രത്തിലേക്ക് 2 ടീസ്പൂൺ നെയ്യും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും കനം കുറഞ്ഞരിഞ്ഞെടുത്ത ഒരു സവാള ഇട്ടൊന്ന് വറുത്തെടുക്കണം. സവാള നന്നായിട്ടൊന്ന് മൊരിഞ്ഞു കിട്ടിയാൽ എണ്ണയിൽ നിന്നും കോരിമാറ്റാം. ഇനി ഈ എണ്ണയിലേക്ക് 4-5 വെളുത്തുള്ളി അല്ലി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാനായി സഹായിക്കും. പിന്നീട് ഇതിലേക്ക് 3 ഗ്രാമ്പൂവും 2 ഏലക്കയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും അല്പം പെരിഞ്ജീരകവും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിൽ 4.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് വന്നാൽ കുതിർത്തെടുത്ത് വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം. റൈസ് ഒരു 3/4 ഭാഗം വെന്ത് വരുമ്പോഴത്തേക്കും അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ള ഒരു ചെറിയ ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം മൊത്തത്തിൽ ഒരു 8-9 മിനിറ്റ് കൊണ്ട് റൈസ് നന്നായിട്ട് വെന്ത് കിട്ടും. ഇനി അടപ്പൊന്ന് തുറന്ന് നോക്കാം. റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാഞ്ഞാലി ബിരിയാണിയുടെ റൈസും ഇവിടെ നന്നായി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് സവാള വറുത്ത് കോരിയതും കുറച്ച് മല്ലിയിലയും കൂടി ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം റൈസ് അതിലേക്ക് നിറച്ച് പ്ലേറ്റിലേക്കൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് ചിക്കൻ കറി വെച്ച് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് സാലഡും കൂടി വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടി ഒരു നാരങ്ങ മുറിച്ചത് കൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള എറണാകുളം സ്പെഷ്യൽ മാഞ്ഞാലി ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. കൂടെ തന്നെ തുടർന്നുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തിയേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്